കൊൽക്കത്തയിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദിവസങ്ങളായി തുടരുന്ന സമരം പിൻവലിക്കാൻ ഡൽഹി എയിംസിലെ റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ സംഘടന തീരുമാനിച്ചു. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, അങ്ങനെ സമരം അത് അവസാനിപ്പിക്കാൻ എയിംസിലെ ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നു. വിവരങ്ങൾ എന്താണ്? ഈ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ ബൽറാം? ഉന്മേഷ്, ഡൽഹി എയിംസിലെ റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷനാണ് 11 ദിവസമായി നീണ്ടുനിന്ന ഈ പണിമുടക്കിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പണിമുടക്ക് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ ബുദ്ധിമുട്ട്, ഒപ്പം തന്നെ തങ്ങളുടെ സേവന സന്നദ്ധത എന്നീ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്നും വിഷയത്തിൽ ഇടപെട്ട സുപ്രീം കോടതിക്ക് നന്ദി അറിയിച്ചും കൊണ്ടാണ് ഈ റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷന്റെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അതേസമയം ഈ കൽക്കത്ത ആർജിക്കോർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവർ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ച് തങ്ങളുടെ സഹപ്രവർത്തകരുടെ ഘാതകരെ കണ്ടെത്തുക, അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുക, നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ആ സമരത്തിന്റെ പ്രധാന ആവശ്യം. അതുകൊണ്ട് തന്നെ പണിമുടക്ക് തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്നെന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ ജനറൽ ബോഡി യോഗം ചേരുന്നുണ്ട്. വിവിധ കോളേജുകളിലെ, വിവിധ മെഡിക്കൽ കോളേജുകളിലെ ജൂനിയർ ഡോക്ടർമാരുടേതടക്കം പങ്കെടുക്കുന്ന ഈ ഒരു ജനറൽ ബോഡി യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗികമായി ഈ തീരുമാനം പ്രഖ്യാപിക്കുക. നിലവിൽ ഇപ്പോഴും തങ്ങൾ എന്തായാലും സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ ആർജിക്കോർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. അവർക്ക് കൂടുതൽ പിന്തുണയുമായി വിവിധ സംഘടനകൾ, മുൻ പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഓരോ ദിവസവും ഈ സമരം ശക്തിപ്പെടുന്നുമുണ്ട്. കൊൽക്കത്തയിൽ ഇന്ന് മറ്റ് BJP അടക്കമുള്ള പാർട്ടികളുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം നടന്നു. തെരുവിലുള്ള പ്രതിഷേധങ്ങളും ക്യാമ്പസിനകത്തുള്ള പണിമുടക്ക് അടക്കമുള്ള പ്രതിഷേധങ്ങളും ഇപ്പോഴും സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. ഉന്മേഷ്, ശരി. ബൽറാം നെടുങ്ങാടിയാണ് കൊൽക്കത്തയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ തെറ്റു പറ്റിയിട്ടില്ലെന്ന് നിയമപരമായി തെളിയിക്കുമെന്ന് KK ലതിക. ഇടതുപക്ഷത്തെ ഒരാൾക്കും സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പങ്കുണ്ടാകില്ല. റിബേഷിന് മാത്രമല്ല, ഇടതുപക്ഷത്തെ ഒരാൾക്കും പങ്കുണ്ടാകില്ല. വർഗീയമായി പ്രചാരണം നടത്തരുത് എന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ലെന്നും KK ലതിക പ്രതികരിച്ചു. ഗോവിന്ദമാഷ് കൃത്യമായിട്ട് നിങ്ങളെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞാലപ്പുറം എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അയാൾ പറയാത്ത എന്തുകൊണ്ടാണ്? അതിനൊക്കെ കാരണം ഉണ്ടാവില്ലേ? റിബേഷിനെന്നല്ല, ഇടതുപക്ഷത്തെ ഒരാൾക്കും ഇതിലൊരു പങ്കുണ്ടാവില്ല. കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്കറിയാവുന്ന എനിക്കറിയില്ല, നാദാപുരത്തും അതുപോലെ തന്നെ ഞങ്ങളുടെ മേഖലയിലും ഈ സമാധാനം നിലനിർത്തുന്നതിന് വലിയ രൂപത്തിലേക്കുള്ള ഇടപെടലാണ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടുന്ന് സോഴ്സ് എന്നല്ല, അവിടെയുള്ള ഓരോ വീടുകളും നടന്ന പ്രചരണം എന്താണെന്നും ആ നാട്ടിൽ നടന്ന പ്രചരണം എന്താണെന്നും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ വീടുകളിലൊക്കെ പോകുന്ന ആളുകളാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്തരം ഒരു പ്രചരണം ഉണ്ടാവരുത് എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് പേജിലുള്ളത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, എന്താണ് KK ലതിക വ്യക്തമാക്കിയ നിലപാട്? ഉന്മേഷ, കാഫിർ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച CPM നേതാക്കളിൽ ഒരാളാണ് KK ലതിക. അത് ഏറെക്കാലം ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു. അത് നീക്കം ചെയ്യാത്തത് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് ഏറെ കാലങ്ങൾക്ക് ശേഷം KK ലതിക ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് KK ലതിക പറയുന്നത്. അത് നിയമപരമായി തന്നെ തെളിയിക്കുമെന്നും KK ലതിക പറഞ്ഞു വെക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് വർഗീയ പ്രചാരണങ്ങൾ നടത്തരുതെന്ന് CPM നിർദ്ദേശം നൽകിയിരുന്നു. അതനുസരിച്ചാണ് എല്ലാ നേതാക്കളും എല്ലാ പ്രവർത്തകരും പ്രവർത്തിച്ചത്. ഇതിന്റെ സത്യാവസ്ഥ ഏറ്റവും ഒടുവിൽ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരുമെന്നാണ് KK ലതിക പറയുന്നത്. അതുമാത്രമല്ല, റിബേഷിന് ഉൾപ്പെടെ ഈ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടത് റിബേഷ് ആണെന്നാണ് പോലീസ് റിപ്പോർട്ട് പറയുന്നത്. റിബേഷിനും ഇതിൽ പങ്കില്ല എന്ന് KK ലതിക പറയുന്നു. അതുമാത്രമല്ല, ഈ കോൺഗ്രസ് നേതാക്കൾ വടകര മണ്ഡലത്തിൽ കൃത്യമായ വർഗീയ പ്രചാരണം നടത്തിയെന്നും ലതിക പറയുന്നുണ്ട്. ശരി, രാഹുൽ സുരേഷാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ലഡാക്കിൽ ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ് 6 പേർ മരിച്ചു. 22 പേർക്ക് പരിക്കേറ്റു. ലേയിൽ നിന്ന് കിഴക്കൻ ലഡാക്കിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിനീത വിജിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഉന്മേഷ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ബസ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കിഴക്കൻ ലഡാക്കിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തിൽ 6 പേർ മരിച്ചു. ഒപ്പം തന്നെ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ ലേയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചു വരുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ബസ് റോഡിൽ നിന്ന് തെന്നി മാറിയതാണ് ഈ അപകടമുണ്ടാകാൻ കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഉന്മേഷ്. വിനീത വിജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കുര്യാക്കോസ് MP മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. മുന്നാകെ ഈ വിഷയം MP എന്നുള്ള നിലയിൽ ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ വളരെ കൃത്യമായ ഇടപെടലിൻ്റെ സ്പേസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2021 നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് പാസ്സായതിനു ശേഷം ഏത് തരത്തിലുള്ള ആശങ്കകളുള്ള ഡാമാണെങ്കിലും ആ ഡാമിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് അതിൻ്റെ ഓപ്പറേഷൻസും മെയിൻ്റനൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഇവാലുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് നേരിട്ട് ഇടപെടാവുന്ന വിഷയമാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രശ്നത്തിൽ ഇന്ന് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഡോക്ടർ ജോ ജോസഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ 2022 ഏപ്രിൽ മാസം 8-ാം തീയതി പുറത്തു വന്ന കോടതി ഡയറക്ഷൻ അനുസരിച്ച് തന്നെ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ അധികാരങ്ങളും മെയിൻ്റനൻസും അതോടൊപ്പം തന്നെ സർവൈലൻസും അതോടൊപ്പം തന്നെ സേഫ്റ്റി ഇവാലുവേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഭാവിയിൽ NDSAയിൽ ലയിപ്പിക്കണം. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത് കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ 2 വർഷക്കാലമായിട്ടും NDSAയുടെ പ്രവർത്തനങ്ങൾ ഫുൾ ഫ്ലെഡ്ജഡായി ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ സാഹചര്യം. പാർലമെൻറ്റിൽ ഞാൻ ഉൾപ്പെടെ ഉന്നയിച്ചതായ വിഷയം അതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ NDSAയുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. NDSAയുടെ ചെയർമാൻ ശ്രീ അനിൽ ജെയിൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ NDSAയ്ക്ക് നേരിട്ടുള്ള ഇടപെടൽ നിയമവശാൽ തന്നെ സാധ്യമാണ്. ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമെൻറ്റ് 2014 എന്തു തന്നെ വന്നാലും നിലനിൽക്കുന്ന സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഏത് ഡാമിൻ്റെ സേഫ്റ്റി ഇവാലുവേഷൻ NDSAയ്ക്ക് നടത്താൻ പറ്റുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ. മാത്രവുമല്ല 2022 സുപ്രീം കോടതി തന്നെ ഡീൻ കുര്യാക്കോസ് MP ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വൻ ലഹരിവേട്ട. നെയ്യാറ്റിൻകരയിൽ നിന്നും അമരവിളിയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവ് പിടികൂടി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ജില്ലയിൽ പ്രധാനമായും 2 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ ഈ കഞ്ചാവ് പിടികൂടിയത്. ഈ നെയ്യാറ്റിൻകര എക്സ്ചേഞ്ച് റേഞ്ചിലും അതേപോലെ അമരവിള ചെക്ക് പോസ്റ്റിലുമാണ് ഈ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത്. നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് 7 ലക്ഷം രൂപ വില വരുന്ന 21 കിലോഗ്രാമോളം കഞ്ചാവ് പിടികൂടി. ഇതിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. ഈ വെള്ളായണി സ്വദേശിയായ ഷിജാൻ എന്ന ആളാണ് അറസ്റ്റിലായത്. ഇയാൾ സ്കൂട്ടറിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതിനിടയിലാണ് എക്സൈസ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. അമരവിള എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിന്ന് 4 കിലോ കഞ്ചാവുമായി 2 അന്യസംസ്ഥാന തൊഴിലാളികൾ പിടിയിലായിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ സ്വദേശികളായ സജൽ ദാസ്, സബുജ് മണ്ഡൽ എന്നിവരെയാണ് ഈ ചെക്ക് പോസ്റ്റിൽ പിടികൂടിയത്. ഏതായാലും ഈ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ശക്തമായ പരിശോധനയാണ് നടത്തുന്നത്. ഈ പരിശോധനയിലാണ് ഇന്ന് ജില്ലയിൽ 2 ഇടങ്ങളിൽ, പ്രധാനപ്പെട്ട 2 ഇടങ്ങളിൽ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ഹരികൃഷ്ണൻ, തിരുവനന്തപുരത്ത്. പത്തനംതിട്ട കോന്നിയിൽ വാഹനാപകടം. കാറുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് അടക്കം തകർന്നു. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, വിവരങ്ങൾ. പൂങ്കാവ് ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപമാണ് ഉന്മേഷ് ഇന്ന് ഉച്ചയോടുകൂടി ഈ വാഹനാപകടം ഉണ്ടാകുന്നത്. ഈ വാഹനാപകടം ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ കാറാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ശേഷം അവിടുത്തെ ഒരു വൈദ്യുതി പോസ്റ്റിലേക്ക് അടക്കം ഈ കാറുകൾ ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കാറിലൊക്കെ യാത്രക്കാരുണ്ടായിരുന്നു. പക്ഷേ യാത്രക്കാർക്ക് നിസ്സാര പരിക്ക് മാത്രമേ ഏറ്റിട്ടുള്ളൂ. പക്ഷേ ഈ വൈദ്യുതി പോസ്റ്റ് അടക്കം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാറിന് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് 2 കാറുകൾക്കും. എന്തായാലും വലിയ അപകടമാണ്. പക്ഷേ ആർക്കും കാര്യമായ രീതിയിൽ പരിക്കില്ല. എന്തായാലും ആ പ്രദേശത്ത് പോലീസ് അടക്കമുള്ള ആളുകൾ എത്തിയാണ് ഈ വാഹനം അവിടെ നിന്ന് നീക്കം ചെയ്തത്. എന്താണ് അപകടത്തിന്റെ കാരണം, ആരുടെ ഭാഗത്താണ് പിഴവ്, തെറ്റ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഉന്മേഷം. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. മരണ വീട്ടിൽ നിന്ന് 45 ഗ്രാം സ്വർണവും പണവും മോഷ്ടിച്ച യുവതി അറസ്റ്റിൽ. കൊല്ലം സ്വദേശി റിൻസിയാണ് പിടിയിലായത്. YS അഭിനന്ദ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇക്കഴിഞ്ഞ 19-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പെരുമ്പാവൂർ ഈസ്റ്റ് ഒക്കലിലാണ് സംഭവം ഉണ്ടായത്. കൊല്ലം സ്വദേശിയായ റിൻസിയാണ് ഇപ്പോൾ പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്.
പൗലോസ് എന്ന ആളിന്, പെരുമ്പാവൂർ ഒക്കൽ സ്വദേശിയായ പൗലോസിന്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങിന് എത്തിയ ഈ റിൻസി അവിടെ 90 കുവൈറ്റ് ദിനാർ 45 സ്വർണ്ണാഭരണമാണ് കവർന്നെടുത്തിരിക്കുന്നത്. ഇത് എടുത്തുകൊണ്ട് തന്നെ സമയത്ത് ആ പ്രതി മോഷണം നടത്തി ഉടൻ തന്നെ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പെരുമ്പാവൂർ പോലീസ് ഈ റിൻസി ആണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് ശാസ്ത്രീയ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് എറണാകുളത്ത് നിന്ന് ഇവർ അറസ്റ്റിലായിരിക്കുന്നത്. ഏതാണ്ട് സ്വർണവും പണവും അടക്കം 3,20,000 രൂപയിലധികം വില വരുന്ന മുദ്രകളാണ് ഇവർ കവർച്ച ചെയ്തത്. ഇപ്പോൾ ഇത് പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഉന്മേഷ്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന്. സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ അപലപിക്കുന്നുവെന്ന് സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മ WCC. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മുതിർന്ന കലാകാരികളെ അപമാനിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. വനിതകളെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടത് എന്നും WCC ഇപ്പോൾ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്താണ് WCC വ്യക്തമാക്കുന്ന നിലപാട്? സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് WCC സൈബർ ആക്രമണത്തെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. നിലവിൽ WCCയുടെ സ്ഥാപക അംഗത്തിനെതിരെ ഹീനമായ സൈബർ ആക്രമണം നടക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. നടിമാരെ അപമാനിക്കാനല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉപയോഗിക്കേണ്ടതെന്നും പരിഹരിക്കേണ്ടവ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാനുള്ള ആർജവമാണ് വേണ്ടതെന്നും നിലവിൽ ഈ WCCയുടെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പിൽ പറയുന്നുണ്ട്. അത് 250ഓളം പേജുകളുള്ള ഈ റിപ്പോർട്ട് സിനിമാ രംഗത്ത് ഗൗരവമായി ഇടപെടുന്ന എല്ലാവരും തുറന്ന മനസ്സോടെ വായിക്കുകയും തങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുകയും ഈ തൊഴിലിടത്തെ സ്ത്രീവിരുദ്ധതയുടെ ചരിത്രപരമായ കാരണങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ മുൻകൈ എടുക്കുകയുമാണ് വേണ്ടതെന്നും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതിനെ അതല്ലാതെ മറിച്ച് ചെയ്യുന്നത് പുരുഷാധിപത്യത്തിന്റെ പൊതുരീതിയാണ് എന്നും അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിവുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സ്വന്തമായി ഇടമുണ്ടാക്കിയ ഒട്ടനവധി സ്ത്രീകൾ എക്കാലത്തും സിനിമാ രംഗത്തുണ്ടായിരുന്നു. അവരെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടതെന്നും നിലവിൽ WCC കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ കുറച്ച് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഉള്ള ദിവസങ്ങളിൽ ഇതിന്റെ സ്ഥാപക അംഗമായ ഒരു നടിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിലാണ് ഇപ്പോൾ ഈ ഒരു കുറിപ്പ് WCC ഇടുന്നത്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. മലപ്പുറം ചോക്കാട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവാവ് മരിച്ചു. ചോക്കാട് സ്വദേശി സഫ്താജാണ് മരിച്ചത്. മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സമീർ ബിൻ കരീം ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, വിവരങ്ങൾ. ഉന്മേഷ്, ഉച്ചക്ക് 1:30 ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ചോക്കാട് സ്വദേശി സഫ്താജും ഒപ്പം തന്നെ സുഹൃത്തുക്കളും ഈ കോട്ടപ്പുഴയുടെ TK കോളനി എന്ന് പറയുന്ന ഭാഗത്ത് കുളിക്കാനായി ഇറങ്ങിയതായിരുന്നു. അതിനിടയിലാണ് ഈ സഫ്താജ് ഒഴുക്കിൽപ്പെടുകയും ഒഴുക്കിൽ അങ്ങനെ മുന്നോട്ട് പോയി പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയും ഉണ്ടായത്. പിന്നീട് ഈ സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഏറെ നേരത്തിന് ശേഷമാണ് രക്ഷപ്പെടുത്താനായത് എന്നുള്ളതാണ്. അതിന് പിന്നാലെ പുറത്തെടുത്ത് യുവാവിനെ പൂക്കോട്ടുംപാടത്ത് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ യുവാവിന്റെ മൃതദേഹമുള്ളത് നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്. ഈ TK കോളനി എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ ഒരു വെള്ളച്ചാട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇതൊരു അപകടം കൂടി വിളിച്ചു വരുത്തുന്ന വെള്ളച്ചാട്ടമാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. സമീർ ബിൻ കരീം, മലപ്പുറത്ത്. അയോധ്യയിൽ 12കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയായ സമാജ്വാദി പാർട്ടി നേതാവിന്റെ കെട്ടിടം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തു. മൊയ്ത് ഖാന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് തകർത്തത്. നേരത്തെ ബേക്കറിയും പൊളിച്ചിരുന്നു. വിവരങ്ങളുമായി വിനീത VG ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അയോധ്യയിൽ 12 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രധാന പ്രതിയാണ് ഈ സമാജ്വാദി പാർട്ടി നേതാവും ഒപ്പം തന്നെ ഈ പ്രധാന പ്രതിയുമായ മൊയ്ത് ഖാൻ. ഈ മൊയ്ത് ഖാന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇന്ന് ജില്ലാ ഭരണകൂടം എത്തി ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയത്. നേരത്തെ തന്നെ ഈ മൊയ്ത് ഖാന്റെ ബേക്കറിയും സമാന രീതിയിൽ തന്നെ പൊളിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ജില്ലാ ഭരണകൂടം നൽകുന്ന ഒരു വിശദീകരണം, അനധികൃതമായിട്ടാണ് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ്. ഇതിന് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെയും മറ്റും അന്വേഷണം തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ മുഖ്യമന്ത്രി എത്തി അവർക്ക് സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതിയുടെ ബേക്കറിയും ഒപ്പം തന്നെ ഇപ്പോൾ ഇതാ ഈ ഷോപ്പിംഗ് കോംപ്ലക്സും ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയിരിക്കുന്നത്. ഉന്മേഷ്, വിനീത VG-യാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഗ്രസ് സഖ്യം കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കുമെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള വ്യക്തമാക്കി. ഫാറൂഖ് അബ്ദുള്ളയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിനീത VG തുടരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനീത, ഈ സഖ്യം സംബന്ധിച്ച പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഉന്മേഷ്, അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യം അത് അങ്ങനെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ നാഷണൽ കോൺഫറൻസും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ജമ്മു കാശ്മീർ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ നാഷണൽ കോൺഫറൻസിന്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നീടാണ് ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ള തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ സഖ്യവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. ഈ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി തന്നെ നേരത്തെ അവിടെ എത്തുകയും അവിടുത്തെ പ്രവർത്തകരുമൊക്കെയായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ സംസ്ഥാനത്തിന് ആ ഒരു പദവി വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്ന് തന്നെയാണ് സഖ്യം സംബന്ധിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിനീത വി ജി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇനി 100 ന്യൂസ് ക്രിസ്റ്റീന ചെറിയാനെത്തും. നമസ്കാരം.